ഹിർക്കലിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് അബൂ സുഫിയാനെ ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകൻ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. സത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചരിത്രമാണ്. അത് വായിക്കുമ്പോൾ അതിൽ ചില സംഭവങ്ങൾ, അതൊരു നിഷ്പക്ഷമായ വിലയിരുത്തലാണ് ഇസ്ലാമിൻ്റെ. ഏത് കാലത്ത് ഇസ്ലാമിനെ നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോഴും ആ ഒരു സത്യം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് വസ്തുത. അവിടെ അദ്ദേഹം ചോദിക്കുന്നത് തന്നെ ഈ പുതിയ പ്രവാചകനുണ്ടല്ലോ, ആ പുതിയ പ്രവാചകൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നാ ചോദിക്കണം. കുടുംബക്കാരെങ്കിലും. ഇപ്പോൾ പ്രവാചകനെ അടുത്തറിയുന്ന പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഒരാളെയാണ് പ്രവാചകന് ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വിളിക്കുന്നത്. അപ്പോഴാണ് അബൂ സുഫിയാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ അബൂ സുഫിയാൻ അന്ന് മുസ്ലിം അല്ല, നേരെ വരികയാണ്. വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ദുർബലരായ ആളുകളാണോ അദ്ദേഹത്തെ പിൻപറ്റുന്നത്? അതെ, ദുർബലരായ ആളുകളാണ് പിൻപറ്റുന്നത് എന്നാണ്. അതോടൊപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം, അയസീദുനാമ്യംകുസുൻ, അവരിങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ, പ്രവാചകനിലെ വിശ്വാസികൾ കൂടി വരികയാണോ കുറഞ്ഞു പോവുകയാണോ? അപ്പം അദ്ദേഹം പറഞ്ഞു വർദ്ധിച്ചു വരികയാണ്, കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വല്ല കളവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ഒരു കളവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആരാ പറഞ്ഞവരങ്ങൾ? ഇസ്ലാമിൻ്റെ ശത്രുവായ അബൂ സുഫിയാനാണ് അവിടെ സമ്മതിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും സ്വീകാര്യമായ ഒരവസ്ഥ നിലനിൽക്കുന്നു എന്ന് അന്നത്തെ കാലത്ത് ഒരു ശത്രു സമ്മതിക്കേണ്ടി വരുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ഇന്നും പ്രസക്തമാണ്. ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളും അത് പഴഞ്ചനാണെന്ന് പറയുന്ന ആളുകളും അത് പരിഷ്കരിക്കണമെന്ന് പറയുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരികയാണോ? ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും വേഗത്തിൽ ഏറ്റവും ശക്തിയോടുകൂടെ ഇസ്ലാം ആളുകളിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. ഇതൊരു സത്യമതമല്ലെങ്കിൽ, അല്ലെങ്കിൽ കാലത്തിന് പറ്റാത്തതാണെങ്കിൽ, കാലഹരണപ്പെട്ടു പോയതാണെങ്കിൽ, പരിഷ്കരിക്കപ്പെടാതെ യഥാർത്ഥത്തിൽ കാലത്തെ അതിജീവിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒന്നാണെങ്കിൽ ഇതെന്നോ ഇല്ലാതാവൂളെ. ഈ ആധുനിക കാലഘട്ടങ്ങൾ ഇത്രയും ബുദ്ധിയും ചിന്തയൊക്കെ ഉള്ള യൂറോപ്യന്മാരും അല്ലാത്ത ആളുകളൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത്? അപ്പോൾ ഇതൊക്കെ കേവലം ഈ ഒരു വളർച്ചയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ആളുകൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഇല്ല എന്ന നിലക്ക് പറയുക മാത്രമാണ് ചെയ്യുന്നത്.